ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓട്സ് ദോശ തയ്യാറാക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റിനായാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനൊക്കെ ആയാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ബൗള് ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഒരു ചെറിയ പീസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2-3 പീസസാക്കി നമുക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു സവാളയുടെ പകുതിയും അതും കൊച്ചു കൊച്ചു പീസസായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയാണ്, അതും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യമേ നമുക്കൊന്ന് അടിച്ചെടുക്കണം. എന്നാലേ നമ്മൾ ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് അപ്പം തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതാണ്. ഇതാ ഒരു പാൻ വെച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഓരോ സ്പൂൺ മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഞാൻ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടില്ല. ഇതുപോലെയാണ് ഞാനൊന്ന് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് 2 സൈഡ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയുള്ള ദോശ റെസിപ്പിയാണ്. നമുക്ക് അരി കുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മാവും നമുക്ക് പുളിക്കാനൊന്നും വെക്കേണ്ട. അപ്പോൾ തന്നെ നമുക്ക് കലക്കി അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.